ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് വേരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ കേട്ടറ്റിന്റെ ഒരു അപ്ഡേറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഇനി വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടറ്റ് വേരിഫിക്കേഷൻ ആണ്. കാരണം കേട്ടറ്റിന്റെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ള കേട്ടറ്റ് വേരിഫിക്കേഷൻ ആണ്. അപ്പൊ അതിന്റെ ഒരു ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം കേട്ടറ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് സൈറ്റ് വഴി കിട്ടുവാണ്, എല്ലാ അപ്ഡേറ്റുകളും. ഓക്കെ, കേട്ടറ്റ് എക്സാം, അതുപോലെ തന്നെ ആൻസർ കീ, റിസൾട്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കേട്ടറ്റിന്റെ സൈറ്റ്, ഒഫീഷ്യൽ സൈറ്റിലൂടെ നമുക്ക് കിട്ടും. എന്നാൽ ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടറ്റിന്റെ വേരിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതായത് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ, അത് നമുക്ക് എന്താണ് സൈറ്റ് വഴി അറിയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഏത് DO ആണോ, നിങ്ങൾ ഏത് DOയിലെ അണ്ടറിലാണോ എക്സാം എഴുതിയത്, ആ DOയിൽ പോയിട്ട് വേണം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ ഇത് അറിയാനുള്ള വഴി എന്നാൽ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ന്യൂസ് പേപ്പറിലൂടെ ഇത് അറിയാനായിട്ട് സാധിക്കും. കാരണം DOയിൽ നിന്ന് എന്താണ് ന്യൂസ് പേപ്പറിൽ ചെറിയ ഒരു മിക്കവാറും സെക്കൻഡ് പേജിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും കേട്ടറ്റ് വെരിഫിക്കേഷൻ തീയതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുതായിട്ട് ന്യൂസസ് അല്ലെങ്കിൽ അലർട്ടായിട്ട് വരാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ കേട്ടറ്റ് വെരിഫിക്കേഷൻ ഡേറ്റ് എന്നാണ് ആദ്യമേ കണ്ടുപിടിക്കുക. ഓക്കെ, കാരണം നമുക്ക് കേട്ടറ്റിന്റെ റിസൾട്ട് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് കേട്ടറ്റ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അത് കണ്ടുപിടിക്കുക എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഒഫീഷ്യൽ സൈറ്റിലൂടെ നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുകളും നമുക്ക് സാധാരണ കിട്ടാറില്ല. ഓക്കെ, ഇനി കേട്ടറ്റ് വെരിഫിക്കേഷന്റെ ഡേറ്റ് അല്ലെങ്കിൽ അറിയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ് കേട്ടറ്റ് വെരിഫിക്കേഷന് വേണ്ടി ആവശ്യമുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കേട്ടറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 കാറ്റഗറി ഉണ്ട്. കാറ്റഗറി 1, 2, 3, 4. ഓക്കെ, അപ്പൊ അതിന്റെ ഓരോ കാറ്റഗറിയിലെയും ആവശ്യമായുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്, ഡിഫറെന്റ് ആണ്. ഓക്കെ, അതായത് 2ന്റെ ക്വാളിഫിക്കേഷൻ അല്ല 4ന് വേണ്ടത്, അല്ലെങ്കിൽ 2ന്റെ അല്ല 3ക്ക് വേണ്ട, അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്, അപ്പോൾ ആ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾ അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും ആപ്ലിക്കേഷൻ ടൈമിൽ. ഓക്കെ, അതിന്റെ പ്രൂഫായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇപ്പം ഡിഗ്രി വിത്ത് BA, ഇപ്പം നമ്മൾ കാറ്റഗറി 3 എടുക്കുകയാണ്, കാറ്റഗറി 3 ഹിന്ദി എടുക്കുകയാണ്, ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ, എന്താണ് ഡിഗ്രി, അതുപോലെ തന്നെ BEd ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാറ്റഗറി 3 നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് ഇതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇത് മാത്രം പോരാ, SLC, +2, ഡിഗ്രി, BEd, അത്രയും സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ വിത്ത് കോപ്പി നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് പറഞ്ഞതേ അതായത് നിങ്ങൾ ഏത് കാറ്റഗറി ആണോ, നിങ്ങൾ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്, അതിനകത്ത് SLCയും +2 മസ്റ്റ് ആണ്. ഈ 2 സർട്ടിഫിക്കറ്റുകളും വരും. ഇത് കൂടാതെ ബാക്കി ഏതൊക്കെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ ആ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒറിജിനലും കോപ്പിയും എടുത്ത് വയ്ക്കുക. ഓക്കെ, ഇത് കൂടാതെ പിന്നെ വേണ്ടത് നമ്മളുടെ കേട്ടറ്റിന്റെ ഹോൾ ടിക്കറ്റ്, അതായത് ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുള്ള ഹോൾ ടിക്കറ്റ്, അതിന്റെയും ഒരു കോപ്പി എടുത്ത് വെക്കുക. ഓക്കെ, ഇത്രയും ഡോക്യുമെന്റ്സ് നമുക്ക് എന്താണ് കേട്ടറ്റ് വെരിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ ഇത് കൂടാതെ ആധാർ കാർഡിന്റെ ഒക്കെ കോപ്പി കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വേണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒരു സെറ്റ് കോപ്പി എടുത്ത് വെക്കണം എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഈ 2 കാറ്റഗറി വെരിഫൈ ചെയ്യാനുണ്ട്. ഇപ്പൊ കാറ്റഗറി 3യും കാറ്റഗറി 4ഉം ഉണ്ടെങ്കിൽ നമ്മൾ 2 സെറ്റ് കോപ്പീസ് എടുത്തു വെക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെയുള്ളത് നമ്മൾ ഈ പറയുന്ന ഡേറ്റിൽ അവിടെ എത്തുക. അപ്പൊ എന്താണ് നമ്മൾ സ്വയം ചെല്ലണം, വേറെ ആളുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് കാര്യമില്ല. നമ്മൾ സ്വയം അവിടെ ചെന്നിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ്, ജസ്റ്റ് ഒരു ചെറിയൊരു പ്രൊസീജിയറാണ്. നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, ആ കേസ്, അതായത് ഇപ്പം എന്താണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് എക്സാം എഴുതിയത്, നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പ്രൊവിഷണൽ എങ്കിലും കിട്ടിയാലാണ് നമുക്ക് കേട്ടിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം പ്രൊവിഷണൽ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വെരിഫിക്കേഷന് വേണ്ടി പോവുക. കാരണം ഈ പ്രാവശ്യം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് സൈറ്റ് ഓപ്പൺ ആണെങ്കിൽ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ എന്തെങ്കിലും കേസാണെങ്കിൽ നിങ്ങൾ DOയിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക, ഒന്ന് എൻക്വയറി ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള, ഇപ്പം നമ്മുടെ ഓർമ്മയിൽ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം
നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് നമ്മളിവിടെ കഴിയുന്നത്. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമുക്ക് കേട്ടറ്റിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് കൊറിയർ ആയിട്ട് വരത്തില്ല, അത് നമ്മൾ DO ഓഫീസിൽ ചെന്നിട്ട് വാങ്ങേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് മെയിനായിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉള്ളത് നമ്മൾ ഏത് സ്കൂളിലാണോ, അപ്പൊ നിങ്ങൾ ഏത് സെന്ററിലാണോ എക്സാം എഴുതുക, അത് ഏത് DOയുടെ അണ്ടറിൽ വരുമോ അവിടെയാണ് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, പറയാനുള്ള കാരണം ഇപ്പം വേറെ സ്ഥലത്ത് ഇപ്പം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എഴുതിയതാണെങ്കിൽ, ഇപ്പം വേറെ സ്ഥലത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്, അവിടെയാണ് എക്സാം എഴുതിയതെങ്കിൽ അപ്പൊ അത് ഏത് DOയിൽ വരും അവിടെ വേണം നിങ്ങൾ വെരിഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ ഒന്നുകൂടി ഇത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കിയിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. കാരണം നമ്മുടെ ഉടൻ തന്നെ കേട്ടതിന്റെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. ഓക്കെ, ബൈ.